നമ്മളോടൊപ്പം തൃശ്ശൂർക്കാർക്ക് അധികം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാത്തൊരു ആർട്ടിസ്റ്റാണ് സുനിൽ സുഗത. അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു പൂരത്തിന്റെ ഫീലില്ലേ? ഇതൊരു കലാപൂരം. അതെ, എന്നും ഇന്നലെ കണ്ടിരുന്നു. അതിഗംഭീരമാണ്. എന്തായാലും വളരെ സന്തോഷമാണ്. ഇതിപ്പോൾ 10ാമത്തെ പ്രാവശ്യം തൃശ്ശൂർ വരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് എല്ലാതും പറ്റുന്നൊക്കെ തരത്തിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 തരത്തിലാണ്. ഒന്നൊരു പ്രേക്ഷകൻ നിലയ്ക്കും, പിന്നെ ഞാൻ നാടകം ഒരുപാട് സ്കൂളിലൊക്കെ നാടകം പഠിപ്പിച്ചിരുന്നു. ഒരു കാലത്ത് നാടകം ഉപജീവനമാണ്. അതെ. അപ്പോൾ നാടകത്തിൻ്റെ ഒപ്പം കുട്ടികളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരലും സ്റ്റേജിൻ്റെ പുറകിലൊക്കെ നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വലിയ ഫീലിംഗ് ആണ്, വലിയ സന്തോഷം, നൊസ്റ്റാൾജിയാണ്. അതെ. ഇന്നലെ ഞാൻ നാടകം കണ്ടു, പൂരക്കളി കണ്ടു, പിന്നെ പുതിയ കുറെ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾക്ക് തീരെ ഫെമിലിയർ അല്ലാത്ത കുറെ സാധനം അത് കാണാനുള്ള ശ്രമം നടത്തിയിരുന്നു. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഇന്റൻസീവായിട്ട് പെർഫോമാണ്. ഭയങ്കര ആത്മാർത്ഥതയും ഭയങ്കരമായിട്ടുള്ള ടാലൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് വളരെ സങ്കടമുള്ളത് ഇത്ര ടാലൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ജസ്റ്റ് മറന്നു പോകും. പിന്നെ അപ്പോഴും നമ്മളിവരെ കാണില്ല. ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാവ്യമാധവനോ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ വിനീതൊക്കെയാണല്ലോ നമ്മളിങ്ങനെ പറയാം. എത്രയോ ആളുകൾ വരുന്നു. അപ്പോൾ കലാ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുന്നില്ല. ഈവൻ പ്രേക്ഷകർ വരെ കലോത്സവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ എൻജോയ് ചെയ്ത ആൾക്കാർ വരുന്നു. നമ്മൾ സ്ഥിരം ഇവിടെ നാടകം കളിക്കുന്ന ആളുകൾ, അപ്പോൾ അവിടെ നിന്നും ആൾക്കാരുണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമുള്ളൂ. ഇടയ്ക്കുള്ള ഒരു വലിയൊരു ആഘോഷമായിട്ട് പിന്നെ മറന്നു പോകുക, അടുത്ത വർഷം ആഘോഷിച്ചിട്ട് കാര്യമില്ല. കാരണം പലരും പല ഐറ്റംസും കലോത്സവത്തിന് വേണ്ടി പിന്നെ ഇത് പലപ്പോഴും പഠനത്തിൽ നിന്നുള്ളൊരു റിലാക്സേഷൻ അല്ല, അതിനായിട്ട് വലിയ ടെൻഷനാണ് പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ടെൻഷനും സമ്മാനം കിട്ടാനുള്ള ഒരു ആഗ്രഹമൊക്കെ. പിന്നെ ഇതൊക്കെ പഠിപ്പിക്കാൻ തന്നെ നമ്മുടെ ഡ്രാമ സ്കൂൾ പോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ നിന്ന് പഠിച്ചു വരുന്നവർക്കും അവർക്കൊരു അധ്യാപകൻ, അങ്ങനെ കലാധ്യാപകൻ എന്നുള്ളൊരു തസ്തിക അത്ര ഇല്ല. കഴിയുന്നതും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ശരിയല്ല. അത് കൊണ്ടുപോയാലേ കാര്യമുള്ളൂ. ഈ കായികാധ്യാപകൻ പോലെ തന്നെ ഇതുപോലെ ആർട്സ്, തിയേറ്റർ ആർട്സിന് ശരിക്കും സ്കൂൾ തലത്തിലൊക്കെ ഒരു അധ്യാപകൻ. എന്താ കാര്യം വെച്ചാൽ ഇതൊരു ഉപജീവനമാർഗമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അവസ്ഥ ഇല്ല. അത് കാരണമാണ് തീർച്ചയായിട്ടും. പുതിയ വിശേഷം, സിനിമാ വിശേഷം ഞാനിപ്പോ കുറച്ച് തമിഴ് സിനിമകളൊക്കെ ചെയ്തായിരുന്നു. മലയാളം മറന്നല്ല, അല്ല അങ്ങനെ അവസരം കിട്ടിയപ്പോ അത് ഉപയോഗിച്ചു എന്ന് പറയാം. 3 തമിഴ് സിനിമകൾ റിലീസായി ഇതുവരെ. ഇപ്പൊ ജയിലർ 2 എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. രജനീകാന്ത് സാറിന്റെ തൃശ്ശൂരിനെ അഭിമാനിക്കാൻ. പിന്നെ പണ്ട് ഞാൻ പറഞ്ഞ മീഡിയയുടെ ഭയങ്കര ഒരു എന്താ പറയാ, പണ്ട് നമ്മുടെ കലോത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം പേപ്പറിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. വളരെ പിറ്റേ ദിവസം കുറച്ച് ഫോട്ടോകൾ കാണാം. ഇപ്പൊ ഇതങ്ങനെയല്ല. ഞാൻ പൂരം പറഞ്ഞു, പണ്ട് തൃശ്ശൂർ പൂരം കേരളത്തിന്റെ ഉത്സവമായിരുന്നു, പിന്നെ ഇന്ത്യയുടെ ഇപ്പൊ ലോകത്തിന്റെ മുഴുവൻ. അതുപോലെ തന്നെ കലോത്സവം ഇന്ത്യയുടെ ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ ഉത്സവമാക്കാൻ മീഡിയ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഈ സമയം നമുക്ക് കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം.